ജനുവരി 27-നായിരുന്നു നെടുമങ്ങാട്ടെ ജ്വല്ലറിയിൽ മോഷണം നടന്നത്. 25 പവൻ സ്വർണവും 1.5 ലക്ഷം രൂപയും പ്രതികൾ കവർന്നു. രാവിലെ 9 മണിയോടെ ഉടമ എത്തിയപ്പോഴാണ് ജ്വല്ലറി കുത്തിത്തുറന്ന് മോഷണം നടത്തിയ വിവരം അറിയുന്നത്. 3 പേർ ചേർന്ന് പൂട്ട് തകർത്ത് മോഷണം നടത്തുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. തുടർന്നുള്ള അന്വേഷണത്തിൽ പ്രതികളെക്കുറിച്ചുള്ള വിവരവും ലഭിച്ചു. കൊല്ലം ചവറ സ്വദേശി നജീബും പ്രായപൂർത്തിയാകാത്ത 3 പേരും ചേർന്നായിരുന്നു മോഷണം നടത്തിയത്. 15 വയസ്സിൽ താഴെ മാത്രമാണ് 3 പേർക്കും പ്രായം. നജീബ് 2 മാസമായി തിരുവനന്തപുരം കരിമടം കോളനിയിൽ താമസിച്ചു വരികയായിരുന്നു. കോഴിമാലിന്യം എടുക്കുന്നതായിരുന്നു ജോലി. ഇതിനിടെയാണ് ജ്വല്ലറിയിൽ മോഷണം നടത്താൻ പദ്ധതിയിട്ടത്. മോഷണം മുതൽ ചാലയിലെ വിവിധ ജ്വല്ലറികളിൽ വിൽപ്പന നടത്തിയെന്നും പോലീസ് വ്യക്തമാക്കി. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.